നമുക്ക് അത് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. 50 ഇതാകുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവര് തന്നില്ല. പടത്തില് നല്ല വയലൻസ് ആണ്. പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്കൊത്ത സിനിമയാണ്. അടിപൊളിയാണ്. നല്ല സിനിമയാണ്. മസ്റ്റ് തിയേറ്റർ വെച്ചാണ്. നല്ല സിനിമയാണ്. എനിക്ക് ഡയറക്ഷൻ ഒക്കെ നല്ല രസമുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫിലിം ഹാസ് കം ഔട്ട് വെരി വെൽ. നന്നായിട്ടുണ്ട്. BGM ഒക്കെ അടിപൊളിയാണ്. രക്ഷയില്ല. ധനുഷിന്റെ പെർഫോമൻസ് ഒക്കെ സൂപ്പറാണ്. അടിപൊളിയാണ്. മസ്റ്റ് വാച്ചാണ്. ഷുവറാണ്. വയലൻസ് ആണ്. നല്ല ഡയറക്ഷനാണ്. എന്താ പറയാ, കൊള്ളാം, കുഴപ്പമില്ല. അത് ഒരു നല്ല ഡയറക്ഷനാണ്. നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ. പിന്നെ ഫസ്റ്റ് ഹാഫാണ് സെക്കൻഡ് ഹാഫിനെക്കാട്ടും കുറച്ച് നല്ല സ്പീഡ് സ്ക്രീൻ പ്ലേയാണ്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ലാഗ് തോന്നിക്കില്ല. പക്ഷെ എന്നാലും നല്ല പടമാണ്, കാണാം എല്ലാവർക്കും. ധനുഷ് സൂപ്പറാണ്. പിന്നെ SJ സൂര്യ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നേരം സാറ് നല്ല മ്യൂസിക് ഇട്ടിട്ടുണ്ട്. മൊത്തത്തിൽ ഈ പടം കൊള്ളാം, നല്ല പടമാണ്. കുറച്ച് വയലൻസ് കൂടുതലാണ്. എല്ലാവരും ഇടിയും കുത്തുമാണ്. എല്ലാം കാണാം, നല്ല പടമാണ്. ഇഷ്ടപ്പെട്ട ഒരു ലാഗും ഇല്ല, വലിയ ലാഗൊന്നുമില്ല. പടം കണ്ടുകൊണ്ടിരിക്കാം. അത്യാവശ്യം ത്രില്ലിംഗ് ആണ്. ധനുഷ് പെർഫോമൻസ് പക്ക. വില്ലനായിട്ട് വന്ന ആളും പക്കയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷെ സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു. ആ ഒരു പിന്നെന്താണ് ഒരു റിവെഞ്ച് കാണിക്കുന്നതൊക്കെ. പിന്നെ നമ്മുടെ നോർമലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട SJ സൂര്യയുടെ ആ ഒരു മാനറിസം ആയിരുന്നു. പുള്ളിയുടെ ഇൻട്രോയും SJ സൂര്യയുടെ കാണിക്കുമ്പോഴുള്ള ആ ഒരു രീതിയെല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ ധനുഷിൻ്റെ ഡയറക്ഷൻ കൊള്ളായിരുന്നു. ധനുഷിൻ്റെ മേക്ക് ഓവറും പിന്നെ ക്യാമറ വർക്കും എല്ലാം സൂപ്പറായിരുന്നു. പിന്നെ കുറച്ച് വയലൻസ് ആണ്, കുട്ടികൾക്കൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഫാമിലി ഓഡിയൻസിന് അത്ര ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഒരുപാട് വയലൻസ് സീനുകളുണ്ട്. പിന്നെ നമ്മൾ കാളിദാസ് ജയറാമും നല്ലോണം ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഓക്കെയാണ് മൂവി. സ്റ്റോറി ഒരു ഫാമിലി ഓറിയന്റഡ് വന്നിട്ടുള്ള ഒരു ബ്രദർഹുഡ് സ്റ്റോറിയാണ്. സൂപ്പർ. നല്ല ആക്ടിങ് ആണ്. ഡയറക്ഷനും എല്ലാം കൊള്ളാം. അതിന്റെ BGM എല്ലാം 10/10 ആണ് വന്നേക്കുന്നത്. നല്ല ഔട്ട്പുട്ടാണ് അയാൾ ചെയ്തേക്കുന്നത്. അയാളുടെ 50ാമത്തെ പടം നല്ല എന്താണ് നമുക്ക് കണ്ടോണ്ടെങ്കിൽ ഒരു പവർ തോന്നുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു ഔട്ടാണ് വന്നേക്കുന്നത് സിനിമ. പടം അടിപൊളി, രക്ഷയില്ല. ഡയറക്ഷൻ, ക്യാമറ റോള്, എല്ലാ എഫക്റ്റ്, മ്യൂസിക് എല്ലാം അടിപൊളി, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ധനുഷ് കിടിലായിട്ട് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അതൊന്നും പറയില്ല. ഹിസ്റ്ററി സിനിമ. ഡയറക്ഷൻ എല്ലാം അടിപൊളി. ധനുഷൊക്കെ അടിപൊളി. നല്ല ആക്ടിങ് എല്ലാം അടിപൊളിയായിരുന്നു. വയലൻസ് ആയിട്ടൊന്നും തോന്നുന്നില്ല. അതിനേക്കാളും വയലൻസ് ഉള്ള ഓരോ ഇറങ്ങുന്നുണ്ടല്ലോ. ധനുഷിന്റെ 50ാമത്തെ സിനിമേന്റെ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കൊള്ളാം, നല്ല സിനിമയാണ്. കുറച്ച് വയലൻസ് കൂടുതലാണ്. പക്ഷേ പിന്നെ ഏറെ സ്കോറിങ് അടിപൊളിയായിട്ടുണ്ട്. അത് തന്നെ ബെസ്റ്റ് ആയിട്ടുണ്ട്. അടിപൊളിയാണ്, കണ്ടിരിക്കാം. ധനുഷിന്റെ ഡയറക്ഷൻ ധനുഷിന്റെ ഡയറക്ഷൻ കൊള്ളായിരുന്നു. പിന്നെ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നൊരു അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം. നല്ല ധനുഷ് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു വ്യത്യസ്ത ക്യാരക്ടർ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേ. താങ്ക് യു. சாங் அடிபொலியா ஏறமான சாங் அடிபொலி சாங்கான சூப்பர் காமெடி இருக்கு, அவ்வளோ ஃபைட் இருக்கு. அதே போல ஈக்குவலா நல்லா കൂടുതൽ വയലൻസ് ആണ്, കൂടുതൽ ത്രില്ലർ മൂവി പോലെ. അപ്പോൾ അടിപൊളി സിനിമയാണ്. കുറച്ച് വയലൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നല്ല മൂവിയാണ്. നല്ല വയലൻസ് ആണ്. നല്ല ബ്ലഡ് ഒക്കെ തെറിക്കുന്ന രീതിയിലുള്ള ഒരു പടമാണ്. നല്ല രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, കുറെ നാൾ കഴിഞ്ഞ് പീറ്റർ ഹെയിന്റെ ഒരു നല്ല ഫൈറ്റ് ഒക്കെ കാണാൻ പറ്റി. പുള്ളി ഈയിടെയായിട്ട് കുറച്ച് ഡള്ളായിട്ടിരുന്ന് കഴിഞ്ഞിട്ട് അത് ഞാൻ കണ്ടീഷൻ അത്രയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ബിഗ് ബിയില് മമ്മൂക്ക എങ്ങനെയാണ് ക്യാരക്ടർ ബോൾഡ് ചെയ്ത ചെറിയ സീക്വൻസിൽ ചിരിയൊക്കെ ഉണ്ട്. സിസ്റ്ററിനോട് മാത്രം ചിരിക്കുന്നു. ബ്രദേഴ്സിന് 2 ബ്രദേഴ്സ് ഉണ്ട്. ഇപ്പൊ കാളിദാസ് ജയറാമും അതുപോലെ തന്നെ മറ്റേ ക്യാരക്ടർ ആര് ചെയ്തെന്ന് എനിക്ക് ആ പേരറിയില്ല. അപ്പൊ ആ ഒരു അവരുടേതായിട്ടുള്ള ഫാമിലി സീക്വൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഒരു എന്ത് പറയണം, ഒരു ധനുഷിന്റെ ഡയറക്ഷനൊക്കെ ഓക്കെയാണ്. സെക്കൻഡ് ഹാഫിലൊക്കെ ഡാൻസും അതുപോലെ തന്നെ ഫൈറ്റിംഗ് സ്കെയിലൊക്കെ നല്ല രീതിയിലൊക്കെ പോയിട്ടുണ്ട്. സ്റ്റോറി എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിൽ വീക്കായിട്ടുള്ളത്. കാരണം പ്രഡിക്റ്റബിളാണ് പുള്ളി. സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് മൊത്തം പ്രഡിക്റ്റബിളാണ്. ഒരു നമ്മൾ സെക്കൻഡ് ഹാഫ് വിചാരിച്ച അത്രയ്ക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. നമുക്കറിയാം വയലൻസ് ആണ്. പക്ഷെ നമ്മുടെ രീതിയിൽ ഇതുപോലത്തെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അപ്പം നമുക്കറിയാൻ പറ്റും. കാരണം അത് വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ ഒരു പുള്ളിക്കാരൻ്റെ നമ്മുടെ ആ വൂൾവറിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു സിംഗിൾ ടൂൾ വെച്ചിട്ടാണ് ഇതെല്ലാം കൺവേ ചെയ്ത് പോകുന്നത്. ഒരു ഓക്കെ ഫിലിം. അത്രയ്ക്ക് വലിയ രീതിയിലുള്ള പവർ പാക്ക് ഒന്നും ഇല്ലെങ്കിൽ പോലും കണ്ടിരിക്കാം. അത്രേ ഉള്ളൂ. വൺ ടൈം വാച്ചുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല, ഡയറക്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഒരു എന്താ പറയുക, ഒരു റൈറ്റിംഗ് സ്കെയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സ്റ്റോറി സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ വീക്കായിട്ട് തോന്നിയിട്ടുണ്ട്. കൂടായിട്ട് തോന്നിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. നറേറ്റർ ഫുൾ വയലൻസ് തന്നെയാണ് മെയിനായിട്ട് നോക്കുന്നത്. പ്രതീക്ഷയോടാണ് വന്നത്.
ആ നമുക്ക് അത് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു 50 ഇതാകുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഇത് അവര് തന്നില്ല. ധനുഷ് എങ്ങനെ ഉണ്ടായിരുന്നു? ധനുഷിന്റെ ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടർ. ആ അത് നല്ല ഇതായിരുന്നു. റോളൊക്കെ അത് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ഇതൊക്കെ നല്ല എങ്ങനെയുണ്ടായിരുന്നു പടം? ധനുഷ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു